ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ചോട്ടിൽ വന്നിട്ടുള്ളൊരു കോമൻ്റാണിത്. അപ്പോൾ കുറേ പേര് നന്നായി പഠിക്കുന്നുണ്ടെങ്കിലും ചില ആൾക്കാർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്നില്ല, എന്തോ ഒരു പ്രശ്നം, അവർക്ക് എത്ര പഠിച്ചാലും ശരിയാവുന്നില്ല എന്നൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ചില സമയത്ത് ചില ആൾക്കാർ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്സ് തെറ്റാണ്. അപ്പോൾ നമ്മൾ എത്ര എഫേർട്ട് ഇട്ടാലും റോങ് ആയിട്ടുള്ള എഫേർട്ടാണ് ഇട്ടുണ്ടെങ്കിൽ അത് ഫ്രൂട്ട്ഫുൾ ആവില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നല്ല രീതിക്ക് ഉള്ള സമയം ഉപയോഗിച്ച് ഇംഗ്ലീഷ് നന്നായി പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളും പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ എല്ലാവർക്കും ടിപ്പിക്കലായിട്ട് ഉണ്ടാകുന്നൊരു ചിന്ത എന്ന് വെച്ചാൽ നമുക്ക് വേർഡ്സ് കിട്ടാത്തതാണ് സെൻറ്റൻസസ് ഉണ്ടാക്കുമ്പോൾ പ്രശ്നം വരുന്നതെന്ന്. അപ്പോൾ നമ്മൾ വിചാരിക്കും വേർഡ്സ് പഠിക്കാമെന്ന്. അങ്ങനെ വെച്ചിട്ട് ചില ആൾക്കാർ വൊക്കാബുലറി എന്ന് വെച്ചാൽ വൊക്കാബുലറി എന്ന് വെച്ചാൽ എന്താ, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് ഒരു ലാംഗ്വേജിലെ. ആ വേർഡ്സ് അതിൻ്റെ അർത്ഥം വെച്ചിട്ട് ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് വലിയ അബദ്ധമാണ്. അത് എന്താ അബദ്ധം വരണമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇംഗ്ലീഷ് കൂടെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയിലാണ് കേട്ടോ ചെയ്യണത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ പ്രൊഫൗണ്ട് എന്നുള്ളൊരു വാക്ക് ഇംഗ്ലീഷിൽ കണ്ടു, കൊള്ളാം, നല്ല യൂസേജ് ആണ്, അപ്പോൾ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് പോലെയൊക്കെ തോന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്ന് വെച്ചിട്ട് പ്രൊഫൗണ്ടിൻ്റെ അർത്ഥം നോക്കുമ്പോൾ ഡീപ്പ്, അഗാധമായത് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ പിന്നെ എന്താ ഉപയോഗിക്കാം, ആഴത്തിലുള്ളത് എന്നുള്ള അർത്ഥമായതുകൊണ്ട്, അഗാധമായത് ആഴത്തിലുള്ളത് എന്നുള്ള അർത്ഥമായതുകൊണ്ട് എൻ്റെ കിണർ വളരെ അഗാധമായതാണ്, ആഴത്തിലുള്ളതാണെന്ന് പറയാൻ വേണ്ടി മൈ വെൽ ഇസ് റിയലി പ്രൊഫൗണ്ട് പറയാൻ പറ്റുമോ? ഇല്ല. എന്ന് വെച്ചാൽ പ്രൊഫൗണ്ട് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഫിലോസഫിക്കലായിട്ടുള്ളതാണ്, അല്ലാണ്ട് ഫിസിക്കലായ കാര്യങ്ങൾക്ക് ഡീപ്പായിട്ടുള്ള അങ്ങനെ അർത്ഥമല്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാളുടെ ഒരു സ്പീച്ച്, അതിന് ഭയങ്കര ഒരു ആഴത്തിലുള്ള ഇമ്പാക്റ്റ് എൻ്റെ മുകളിൽ ഉണ്ടായി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹർ സ്പീച്ച് ഹാഡ് എ പ്രൊഫൗണ്ട് ഇമ്പാക്റ്റ് ഓൺ മീ. എന്നെ വളരെ അത് മാറ്റി, അവർ പറഞ്ഞ ആ കാര്യങ്ങൾ എന്നെ ആഴത്തിൽ എൻ്റെ മനസ്സിൽ വന്ന് പതിച്ചു എന്നോ ആ അർത്ഥമാണ് പ്രൊഫൗണ്ടിന്. മനസ്സിലായോ? ഇമോഷണലായ അർത്ഥമാണ്, അല്ലെങ്കിൽ തോട്ട്, ഒരു ഐഡിയയെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ അതൊരു വലിയ ചോദ്യം തന്നെയാണ്, ഒരു ആഴത്തിലുള്ള ചോദ്യമാണെന്ന് പറയില്ലേ, ദാറ്റ്സ് എ പ്രൊഫൗണ്ട് ക്വസ്റ്റ്യൻ. ആ രീതിയിലൊക്കെയാണ് പ്രൊഫൗണ്ട് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുക. പക്ഷെ നമ്മൾ മീനിങ് ആഴത്തിലുള്ളത് എന്ന് മാത്രം പഠിച്ചു പോയാൽ എന്ത് പറ്റും, നമ്മൾ കിണർ പ്രൊഫൗണ്ട് ആണെന്ന് പറയാൻ തോന്നും. അതാണ് കോണ്ടെക്സ്റ്റ് ഇല്ലാണ്ട് നമ്മൾ വേർഡ്സ് പഠിച്ചാലുള്ള പ്രശ്നം. ഈ വൊക്കാബുലറി എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ലാംഗ്വേജിൽ നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ വേർഡ്സ് കൂടിയേ തീരൂ. ആ വേർഡ്സ് എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത് കൃത്യമായിട്ടൊരു രീതിയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് മാത്രം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അവസാനം അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോയുടെ താഴെ ഞാൻ കോമെൻറ്റിൽ അത് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നോക്കിക്കോളൂ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന്. അപ്പോൾ ഇതാണ് ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളത്. അടുത്തൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറയാം, ആൾക്കാർ ഗ്രാമറിനെ കുറിച്ച് ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്യും സംസാരിക്കുമ്പോൾ. ഈ ഗ്രാമർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിനൊക്കെ ഗ്രാമർ നമുക്ക് അറിയില്ല, പക്ഷെ നമുക്ക് അറിയാം എങ്ങനെ സെൻറ്റൻസുകളിൽ അത് വരുമ്പോൾ നമുക്കറിയാം. അല്ലാണ്ട് ഗ്രാമർ റൂൾ വെച്ചിട്ട് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല. ഗ്രാമർ പഠിക്കുന്നത്, ഇംഗ്ലീഷ് പഠിക്കുന്നതിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഗ്രാമർ പഠിക്കാണ്ട് ഞാൻ പല ഭാഷയും പഠിച്ചു എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. ഇപ്പോൾ ഹിന്ദി പഠിച്ചു, അറബി അവിടെ നിന്ന് പഠിച്ചു. ഒരു ഭാഷ പൂർണ്ണമായി പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതി, പൂർണ്ണമായിട്ട് ഒന്നും പഠിക്കാൻ പറ്റില്ല, എന്നാലും നല്ല രീതിയിൽ പഠിക്കണമെങ്കിൽ അതിൻ്റെ ഗ്രാമർ അറിയണം. അപ്പം മലയാളം തന്നെ, നമ്മൾ മാതൃഭാഷ മലയാളം ആയിട്ട് പോലും ഈ BA മലയാളമൊക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്ക് അതിൻ്റെ ഗ്രാമർ, സ്കൂളിൽ നമ്മൾ മലയാളത്തിന് ഗ്രാമർ പഠിക്കണ്ടല്ലോ ഇല്ലേ, ഇൽ, കൽ, ആദേശിക, തൽപുരുഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊന്നും പഠിക്കുന്നുണ്ട്. അപ്പം അത് നമുക്ക് ഇല്ലാണ്ട് സംസാരിക്കാം. പക്ഷേ ഒരു ഭാഷ പുതുതായിട്ട് പഠിക്കുമ്പോൾ ഗ്രാമർ പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ ഗ്രാമറിൻ്റെ മുകളിൽ അനാവശ്യമായ ഒരു ഊന്നൽ കൊടുത്താൽ നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയി എന്ന് പറയാൻ, ഇന്നലെ മാർക്കറ്റിൽ ഞാൻ പോയി എന്ന് പറയാൻ, യെസ്റ്റർഡേ ഗോഡ് വെൻറ്റ്, അല്ലെങ്കിൽ ഹാഡ് ഗോൺ, ഇതിലേതാ ഐ വെൻറ്റ് ടു മാർക്കറ്റ്. ഇങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ഇത്രയും ചിന്ത വന്നിട്ട് ഇങ്ങനെ ഐ ഹാഡ് ഗോൺ എന്നൊക്കെ പറഞ്ഞ് അവസാനം ഐ വെൻറ്റ് ടു ദ മാർക്കറ്റ് ഇങ്ങനെ പറയും. എന്നുവെച്ചാൽ വളരെയധികം ഗ്രാമറിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ബ്രെയിനാണത്. അപ്പോൾ അങ്ങനെ നമ്മൾ റൂൾസ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് സെൻറ്റൻസുകൾ റിയൽ ടൈമിൽ ഉണ്ടാക്കണ്ടേ, സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കണ്ടേ, അത് വരില്ല. അപ്പോൾ അതിന് എന്താ ചെയ്യാം, അതിന് നമ്മൾ സിമ്പിൾ പാറ്റേൺസ് വെച്ച് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ എൻ്റെ വാട്സപ്പ് കോഴ്സിൽ ഇതിലാണ് ഊന്നൽ കൊടുക്കുന്നത്. നമ്മൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ആ പാറ്റേൺസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഈ ഗ്രാമറിനെ കുറിച്ച് ചിന്തിക്കാണ്ട് വായിൽ സെൻറ്റൻസസ് വരും. മനസ്സിലായോ? അടുത്തൊരു പ്രശ്നം കണ്ടേക്കണേ, നമ്മൾ മലയാളത്തിൽ നേരിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് സ്ഥിരം പറയാറുള്ളതാണ്, അങ്ങനെ ചെയ്യരുത്. ആദ്യം എളുപ്പമായി തോന്നുമെങ്കിലും മലയാളവും ഇംഗ്ലീഷും രണ്ട് തരം ഭാഷകളാണ്. അത് ഒരു
സമയത്ത് നമുക്കത് മനസ്സിലാവും. നേരെ ഇവിടുന്ന് ഇങ്ങനത്തെ സെൻറ്റൻസ് ആണെങ്കിൽ അവിടെ അങ്ങനെ പറയാം എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു വന്നു തുടങ്ങിയാൽ സ്റ്റാർട്ടിങ്ങിൽ തോന്നുന്നു നമ്മൾ ഇപ്പം അങ്ങോട്ട് എത്തുന്നത് വഴിയിൽ ഒരു സ്റ്റക്കായിട്ട് നിൽപ്പുണ്ട്, പിന്നെ അവിടുന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ ആ പഠിച്ചു വന്ന റൂൾസ് മലയാളത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് ഇങ്ങനെ എന്ന് പറഞ്ഞ റൂൾസൊക്കെ ഇളകി തുടങ്ങും. അപ്പം നമുക്ക് അതെന്താ അങ്ങനെ, അപ്പം ഞാൻ പഠിച്ചത് ശരിയല്ലേ, എന്നാൽ പിന്നെ എനിക്കിത് അറിയില്ലേ, അപ്പം ഞാൻ എല്ലാം തെറ്റാണ് പഠിച്ചത്, ഇങ്ങനെ ഒരു സെൽഫ് ഡൗട്ട് അങ്ങ് വന്നു തുടങ്ങും നമ്മൾ പഠിച്ചു വന്ന ടെക്നിക്ക് വർക്ക് ചെയ്യാതാവുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയും ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിലേ, എനിക്ക് തല വേദനിക്കുന്നുണ്ട്, വേദനിക്കുക പെയിൻ അല്ലേ, അപ്പോൾ മൈ ഹെഡ് ഇസ് പെയിനിങ് എന്ന് പറയാൻ ടെൻഡൻസി ഉണ്ടാവും. എന്നാൽ നാച്ചുറൽ ആയിട്ട് പറയുമ്പം ഇങ്ങനൊരു സെൻറ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യില്ല. നേറ്റീവ് സ്പീക്കേഴ്സ് ഇങ്ങനെ പറയില്ല. പിന്നെ എന്താ പറയുക, ഐ ഹാവ് എ ഹെഡ് ഏക്ക് അല്ലെങ്കിൽ മൈ ഹെഡ് ഹേർട്സ് ഇങ്ങനെ പറയാം. മനസ്സിലായോ? അപ്പോൾ ആ ട്രാൻസ്ലേറ്റ് ചെയ്തുണ്ടാക്കുന്ന സെൻറ്റൻസുകൾ നമുക്ക് തോന്നും നമ്മൾ ഇംഗ്ലീഷായി പറയുകയാണെന്ന്, പക്ഷേ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഇംഗ്ലീഷിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കരുത്. പകരം എന്ത് ചെയ്യും, അതാണ് അടുത്ത ചോദ്യം. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല എന്ത് ചെയ്യും? ഇംഗ്ലീഷ് നമുക്ക് കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ സാഹചര്യം, ഏത് സാഹചര്യമാണ് നമുക്ക് ഏത് സാഹചര്യത്തിലാണ് ഡയലോഗ് പറയേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മലയാളം യൂസ് ചെയ്യാം. കാരണം എന്താണ് കോണ്ടെക്സ്റ്റ് എന്ന് പിടിയിട്ടുണ്ടേ, ഏത് സന്ദർഭത്തിലാണ് നമ്മളത് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാവണ്ടേ. ഇപ്പോൾ എനിക്കത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ മീനിങ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. എന്നിട്ട് ആ വേർഡ്സ് എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് പകരം അവിടെ ആപ്റ്റായ സെൻറ്റൻസ് ഏതാണ് വരിക എന്ന് വെച്ചിട്ട് പഠിക്കണം. അങ്ങനെ കുറച്ച് സെൻറ്റൻസുകൾ നമ്മൾ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കറക്റ്റ് സെൻറ്റൻസസ്, നാച്ചുറൽ ആയിട്ടുള്ള സെൻറ്റൻസസ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉണ്ടാക്കേണ്ട കാര്യം വരില്ല. മനസ്സിലായോ? ഈ എക്സാക്ട്ലി ഈ മെത്തേഡാണ് ഞാൻ എൻ്റെ കോഴ്സിൽ ഫോളോ ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ കോഴ്സിൽ എനിക്ക് സ്ഥിരം വരുന്ന ഒരു ചോദ്യം ഇതാ, ഇതിന് ഇങ്ങനെ പറഞ്ഞൂടെ? ആൾക്കാർക്ക് മനസ്സിലാവുമായിരിക്കും, നമ്മൾ ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുന്ന സെൻറ്റൻസുകളാണ് മനസ്സിലാവുമായിരിക്കും. നമ്മൾ മലയാളത്തിൽ നമ്മൾ ഇങ്ങനെയാണ് പറയാമെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. അതിന് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്. നമ്മളെന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കണേ? ഇംഗ്ലീഷിലായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അതിൻ്റെ പാറ്റേണിൽ പഠിച്ചാൽ നമുക്ക് കുറേയും കൂടെ മുന്നോട്ട് എളുപ്പം പോകാൻ പറ്റും. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മതി ട്രാൻസ്ലേഷൻ ചെയ്ത് ഓരോ വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുണ്ടാക്കുമ്പോൾ സ്റ്റക്കാവും. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചങ്ക്സ് ആയിട്ട് പഠിക്കുക, ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കരുത്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ ഹാവ്, ഇപ്പോൾ എനിക്ക് 2 സഹോദരന്മാരുണ്ടെന്നാണെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ ഐ എം ഹാവിങ് 2 ബ്രദേഴ്സ് എന്നൊക്കെ പറയാൻ തോന്നും. പക്ഷെ നമ്മൾ ചങ്കായി പഠിച്ചാൽ ഐ ഹാവ് 2 ബ്രദേഴ്സ് അങ്ങനെ പറയുള്ളൂ. അല്ലെങ്കിൽ ഐ ഫീൽ ടയേർഡ്, അല്ലെങ്കിൽ ഐ നീഡ് സംതിങ്. അപ്പോൾ ഐ നീഡ്, ഐ ഫീൽ, ഐ ഹാവ്, ഇതൊക്കെ ചങ്ക്സ് ആണ്. ആ ചങ്ക്സ് ഒരു പാറ്റേൺസ് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രാമറിൻ്റെ ആ ഒരു സ്ട്രക്ചറൊന്നും ആലോചിച്ച് സമയം കളയണ്ട, കറക്റ്റ് പാറ്റേൺ ട്രാൻസ്ലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. അടുത്ത വലിയൊരു പ്രോബ്ലം, ഞാൻ ആൾക്കാർ സ്ഥിരമായിട്ട് പ്രാക്ടിക്കലായിട്ട് വരുത്തുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ പറയണത്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിച്ചിട്ട് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ, നടക്കണില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നുണ്ടാവും, ഒന്നിൽ കൂടുതലോ ഒരുമിച്ച് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് സംസാരിക്കാൻ പറ്റുന്നവരെ നിങ്ങൾ മിണ്ടാതിരിക്കാൻ ശ്രമിക്കണ്ടോ? അതൊരു ടിപ്പിക്കൽ ബിഹേവിയറാണ്. ഇപ്പോൾ എൻ്റെ മൈ ഇംഗ്ലീഷ് ഇസ് നോട്ട് ഗുഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നുമില്ല, ഈ ഒരു സെൻറ്റൻസ് അങ്ങ് പഠിച്ചു വയ്ക്കും. അതുകൊണ്ട് പിന്നെ എല്ലാം ചിരിച്ച് മാത്രമായിരിക്കും. അങ്ങനെ ചെയ്യരുത്. അതൊരു എന്താ പറയുക, നമ്മൾ അവോയ്ഡ് ചെയ്യാണ് നമ്മുടെ പ്രോബ്ലത്തെ. അത് നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ അപ്പോൾ ഒരാളൊരു ഇംഗ്ലീഷിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മൈ ഇംഗ്ലീഷ് ഇസ് നോട്ട് വെരി ഗുഡ് ബട്ട് ഐ എം ലേണിങ്, കണ്ടോ, അതിലൊരു പോസിറ്റീവ് സംഭവം വന്നു. അപ്പോൾ അപ്പത്തുള്ള ആൾക്ക് നമ്മൾ ഇംഗ്ലീഷ് പറയരുതെന്നൊന്നും അയാൾക്ക് ആഗ്രഹമൊന്നുമില്ല. നമ്മുടെ എന്താ പ്രശ്നം എന്ന് പറയാം, നമ്മൾ എപ്പോഴും ചിന്തിക്കുക അയാൾ നമ്മളെ കളിയാക്കുമോ, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളത് അയാൾക്ക് മനസ്സിലായാലും ഊറി ചിരിക്കുമോ ഞാൻ പറയുന്ന സെൻറ്റൻസുകളൊക്കെ കേട്ടിട്ട്. 2 കാര്യമാണ്. ഒന്ന്, നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു ലാംഗ്വേജ് പഠിക്കുകയാണ്. അതിനാരെങ്കിലും കളിയാക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്, നമ്മളൊക്കെ വേറെ ആൾക്കാരെ കളിയാക്കാറുണ്ടോ അവരുടെ ഇംഗ്ലീഷോ? ഇപ്പോൾ പല കേസും നമ്മൾ കേരളത്തിൽ തന്നെ ഇംഗ്ലീഷ് കറക്റ്റായി പറയാത്തതിന് എത്രമാത്രമാണ് ആൾക്കാരെ വിമർശിക്കപ്പെടുന്നത് ഞാൻ വിചാരിക്കുന്നത്. എന്തിനാ അങ്ങനെ പറയണേ? അവർക്ക് അറിയാവുന്ന പോലെ അവർ പറയുന്നുണ്ടല്ലോ. നമ്മൾ അവരെ വിമർശിക്കുമ്പോഴാണ് നമുക്ക് തോന്നുക ഇത് ന്യായമായ വിമർശനമാണ്, ഇംഗ്ലീഷൊന്നും ഇങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ കളിയാക്കപ്പെടും. നമ്മളതിന് കൂട്ടു നിൽക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആരെങ്കിലും നമ്മളെ കളിയാക്കുമ്പോൾ നമുക്ക് വിഷമം. നമ്മളെന്നല്ലേ ഇത് വളം വെച്ച് കൊടുക്കണേ? എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയാൻ ഒരാൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അയാളെ പ്രോത്സാഹിപ്പിക്കുക. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വന്നാൽ
ആരും നമ്മളെ കളിയാക്കാൻ നിൽക്കുമെന്ന് നമുക്ക് തോന്നില്ല. അങ്ങനെ കളിയാക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രോബ്ലം എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളും കൂടെ കളിയാക്കുമ്പോഴല്ലേ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് പൊള്ളുന്നേ. അപ്പം നമ്മളൊന്ന് കറക്റ്റായിട്ട് നമ്മുടെ സ്റ്റാൻഡ് കറക്റ്റായിട്ട് പിടിക്കുക. പിന്നെ കുറച്ചുകൂടെ കൈൻഡ് ആവുക. എന്തിനാണ് നമ്മൾ ഇത്രയും ജഡ്ജ് ചെയ്യുന്നത്? നമ്മുടെ ഈ ലോകത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്, അല്ലാത്തത് എല്ലാവർക്കും ഉണ്ട് കുറേ പ്രശ്നങ്ങൾ. ഇതിനിടയിൽ ആവശ്യമില്ലാത്തൊരു പ്രശ്നം നമ്മൾ തിരികെ കയറ്റേണ്ട ആവശ്യമുണ്ടോ? എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുക. ബേസിക്കലി അതേ ഉള്ളൂ കേട്ടോ. അതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ ആരെങ്കിലും നമ്മളെ കളിയാക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താ പറയുക, നല്ലൊരു ഹൃദയം ഇല്ലാണ്ടായി പോയി. എന്ത് ചെയ്യാനാ? ചില ആൾക്കാർ അങ്ങനെയല്ലേ, പല പല കുറവുകളും നമുക്കൊക്കെ ഉണ്ടാവില്ലേ. അതുപോലെ ജനിക്കുമ്പോൾ ഒരു കുറവ് പറ്റിപ്പോയി എന്നുള്ള രീതിയിലങ്ങ് വിചാരിച്ചാൽ മതി. മാറ്റാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും അയാൾക്ക് തലയ്ക്ക് ബോധം വന്നാൽ മാറ്റട്ടെ എന്ന് വിചാരിക്കുക. അല്ലാതെ നമ്മുടെ പ്രശ്നമാണെന്ന് വിചാരിക്കരുത്, അയാളുടെ പ്രശ്നമാണത് കേട്ടോ. അങ്ങനെ ആ ആറ്റിറ്റ്യൂഡിലങ്ങ് മുന്നോട്ട് പോകണം. അതിൻ്റെ കൂടെ തന്നെ നമ്മളും വേറെ ആൾക്കാരെ കളിയാക്കാതിരിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു കാര്യം പറയണം, പക്ഷേ കിട്ടുന്നില്ല, സെൻറ്റൻസുകൾ കിട്ടുന്നില്ല. അപ്പോൾ അപ്പുറത്തെ ആളോട് ചോദിക്കാം, ക്യാൻ ഐ ട്രൈ ടു എക്സ്പ്ലെയിൻ, ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കട്ടെ എന്ന്. അപ്പോൾ അവിടുന്ന് ആൾക്കാർ പൊതുവെ ഹെൽപ്ഫുള്ളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കൺട്രിയിലല്ല, ഇവിടെയുള്ള ആൾക്കാർ പലരും ശ്രമിക്കാറുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ. ഞാൻ ഓരോ കാര്യത്തിന് ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പം ചിലവർക്ക് ഇംഗ്ലീഷിൽ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ അവർ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓരോന്നും എന്നോട് ഇംഗ്ലീഷിൽ സംസാരിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് പല ഭാഷകൾ അറിയുണ്ടാവും. ഇപ്പോൾ പോളണ്ടിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ പോളിഷും പിന്നെ ജർമ്മനൊക്കെ അറിയുണ്ടാവും. അതിന് കൂടെ അവർക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇയാളുടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഞാൻ കളിയാക്കാറൊന്നുമില്ല. 2 ഭാഷ അറിയാമേ, പോളിഷും ഇതും, പിന്നെ ഇംഗ്ലീഷും അത്യാവശ്യം അറിയാം. എന്തിനിപ്പോൾ കളിയാക്കാനുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. മനസ്സിലായി? നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ അടിപൊളി മാറ്റിയേ പറ്റൂ. പിന്നെ നമ്മൾ കുറച്ച് സെൻറ്റൻസുകൾ സർവൈവലിന് വേണ്ടി പഠിച്ചു വെക്കണം. ഒരു സെക്കൻഡേ എന്ന് പറയാം, ഗിവ് മീ എ സെക്കൻഡ്, ഒന്ന് ആലോചിക്കാൻ സമയം വേണം ആശാനെ എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലാവരും ഇങ്ങനെ സമയത്തിന് വേണ്ടി ഓടുക. ഒരു സെക്കൻഡൊക്കെ ഒരാൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരാൾക്ക് കൊടുക്കാൻ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കൊടുക്കില്ലേ? അല്ല, ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവുമോ? അതായത് സെൻറ്റൻസ് ആലോചിച്ചുണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മനുഷ്യന്മാരല്ലേ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് മനസ്സിലായില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ ലെറ്റ് മീ ട്രൈ അഗെയിൻ, ഇതൊക്കെ പറയാൻ പറ്റിയ സെൻറ്റൻസുകളാണ്. പഠിച്ചു വെച്ചോളൂ. ഗിവ് മീ എ സെക്കൻഡ് അല്ലെങ്കിൽ ലെറ്റ് മീ ട്രൈ അഗെയിൻ, ഞാൻ ഒന്നുകൂടെ ശ്രമിച്ചോട്ടെ പറയാൻ എന്നുള്ളത്. അങ്ങനെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പറയാം, ഇംഗ്ലീഷ് പറയുക. നിങ്ങൾ ഇംഗ്ലീഷ് അവോയ്ഡ് ചെയ്ത് ഇംഗ്ലീഷിനെ നന്നാക്കാമെന്ന് വെച്ചാൽ നടക്കില്ല. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ. അടുത്ത ഏറ്റവും വലിയ പ്രോബ്ലം കണ്ടേക്കണം, കുറച്ചൊക്കെ പഠിച്ചു വരുമ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് ബുക്കിഷ് ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ തുടങ്ങും. ഭയങ്കര ഫോർമലായിട്ടുള്ള ഇംഗ്ലീഷ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ബോസിൻ്റെ മാനേജറെ കാണുമ്പോൾ റെസ്പെക്റ്റഡ് സർ, ഐ എം ഡിലൈറ്റഡ് ടു ഇൻഫോം യു എന്നൊക്കെ പറയുന്നത് വളരെ ഫോർമലായിട്ടുള്ള സെൻറ്റൻസ് ആണ്. നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഫോർമലായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന സെൻറ്റൻസുകൾ ഉപയോഗിക്കില്ല. അത് ഭയങ്കര അൺറിയൽ ആയിട്ട് തോന്നും, അൺനാച്ചുറലായിട്ട് തോന്നും. അപ്പോൾ സാധാരണ സന്ദർഭങ്ങളിൽ ഇതിങ്ങനെ പറയാം, ഹായ് സർ, ഐ ജസ്റ്റ് വാണ്ടഡ് ടു ലെറ്റ് യു നോ എന്ന് പറഞ്ഞിട്ട് കാര്യം പറയാം. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ലെറ്റ് യു നോ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു, അതാണ് അർത്ഥം. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ലെറ്റ് യു നോ. നാളെ വൈകുന്നേരം ഞാൻ ലേറ്റായിട്ടാണ് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം വെച്ചാൽ അത് പിന്നീട് പറയാം. അപ്പോൾ ആ സെൻറ്റൻസ് സ്ട്രക്ചർ മാറിയത് കണ്ടോ? അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇമെയിൽസിലൊക്കെ യൂസ് ചെയ്യുന്ന മറുപടി ജീവിതത്തിൽ ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. കൈൻഡ്ലി റിവേർട്ട് ബാക്ക് അറ്റ് ദ ഏർലിയസ്റ്റ്. ഇത് അങ്ങനെ പറയണേ, പ്ലീസ് റിപ്ലൈ വെൻ യു ക്യാൻ. മറുപടി തരാൻ പറ്റുമ്പോൾ ഒന്ന് പറയണേ എന്നുള്ളത്. പ്ലീസ് റിപ്ലൈ വെൻ യു ക്യാൻ. ഫോർമലായിട്ടുള്ള ഇംഗ്ലീഷ് യൂസ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ഉപയോഗിക്കണം. അല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഈ ഫോർമലായിട്ടുള്ള ഇംഗ്ലീഷ്, ബുക്കിഷ് ഇംഗ്ലീഷ് പഠിച്ചു വന്നാൽ നമുക്ക് വായിൽ അതാണ് വരിക. അല്ലാത്തത് നമുക്ക് യൂസ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ അതിന് എന്താ ചെയ്യുക, ഫിക്സ് ചെയ്യുക എങ്ങനെയാണ്? നമ്മളോട് ചോദിക്കുക, നമ്മളൊരു സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ തലയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു നേറ്റീവ് സ്പീക്കർ അയാളുടെ ഡെയിലി ലൈഫിൽ ഈ സെൻറ്റൻസ് യൂസ് ചെയ്യുമോ എന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കുക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് നോർമലി പറയുക എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ChatGPT ഒക്കെ ഉള്ളപ്പോൾ ഈ സെൻറ്റൻസ് ഒരു നാച്ചുറൽ ആയിട്ട് എങ്ങനെയാണ് സംസാരിക്കുക, അല്ലെങ്കിൽ ഹൗ ടു യൂസ് ദിസ് ഇൻ കാഷ്വൽ നാച്ചുറൽ ഇംഗ്ലീഷ് കോൺവെർസേഷൻ ടൈപ്പ് ചെയ്യുക നമ്മുടെ സെൻറ്റൻസ് ഇട്ടിട്ട്. അപ്പോൾ അത് കറക്റ്റ് സെൻറ്റൻസ് തരും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആ സെൻറ്റൻസുകളൊക്കെ പഠിച്ചു വെക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കുറേ സെൻറ്റൻസുകൾ പഠിക്കേണ്ടി വരുന്ന വിചാരിക്കുന്നത് വെറുതെയാണ്. എപ്പോഴും നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ ഉണ്ടാവും. അത് പഠിച്ചു വെക്കുമ്പോൾ തന്നെ നമുക്കത് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും. എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ അത് നമുക്ക് കോൺഫിഡൻസ് കൂടും.
മനസ്സിലായോ? ആദ്യം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കേണ്ടി വരും. പക്ഷെ പിന്നെ ഉടനെ ഒരു മാസം നിങ്ങൾ ഈ ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഓൾറെഡി പഠിച്ച സംഭവങ്ങൾ തന്നെയാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ചിലപ്പോൾ ChatGPTയോടോ ഗൂഗിളിനോടൊക്കെ ചോദിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾ ആ പാറ്റേൺ മനസ്സിലാക്കും. നിങ്ങൾക്ക് ഇതുപോലത്തെ സെൻറ്റൻസുകളാണ് വേണ്ടത്. പിന്നെ നിങ്ങൾ അതേ സെൻറ്റൻസുകൾ പിന്നെ നിങ്ങൾക്ക് ചോദിക്കാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായി കിട്ടും. ഞാൻ പറയണത് കുറച്ച് കാലം കുറച്ച് കഷ്ടപ്പെട്ടാലും പിന്നീട് നിങ്ങൾക്കത് എളുപ്പമാവും. അപ്പോൾ അത് കറക്റ്റായി നാച്ചുറൽ സെൻറ്റൻസസ് കണ്ടുപിടിച്ച് പഠിക്കാം. പിന്നെ ഈ IELTS എക്സാമൊക്കെ എഴുതുന്ന കുട്ടികൾക്കാണ് അടുത്ത് വേറെ കണ്ടിരിക്കുന്ന പ്രശ്നം. എക്സാം ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പം ഒരു സംഭാഷണം പറയാൻ പറഞ്ഞ ഉടനെ ദർ ആർ മെനി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉത്തരങ്ങൾ വരും. അപ്പോൾ അതൊരു കോൺവെർസേഷനിൽ നമ്മളങ്ങനെ പറയില്ല, ഒരു എസ്സേയിലാണ് അങ്ങനെ എഴുതുക. അപ്പോൾ നമ്മളിപ്പോൾ ഫോൺസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് ഇങ്ങനെ പറയാം, ഫോൺസ് ആർ യൂസ്ഫുൾ, ഉപകാരമുണ്ട്, പക്ഷേ ദേ കൻ ഓൾസോ ബി ഡിസ്ട്രാക്റ്റിംഗ് അല്ലേ. നമുക്ക് കുറച്ചിത് നമ്മുടെ പരിപാടിയിൽ നിന്ന് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യിപ്പിക്കും. നമ്മുടെ വർക്ക് എന്താണെന്ന് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യിക്കാൻ ചാൻസ് ഉണ്ട് ഫോൺസ്. അപ്പോൾ അങ്ങനെ നാച്ചുറലായിട്ട് പറയാം. മറ്റേത് ശരിക്കും എസ്സേയിൽ പറയണ പോലെയാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺവെർസേഷൻ സ്റ്റൈൽ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. എസ്സേയുടെ സമയത്ത് ഉപയോഗിക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് കോൺവെർസേഷനിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ എസ്സേയുടെ ഇംഗ്ലീഷ് മതി. പിന്നെ നമ്മൾ എന്നും എസ്സേ എഴുതാൻ പോകുന്നില്ലല്ലോ, അതുപോലെ എക്സാമിനും അല്ലേ. കോൺവെർസേഷണൽ ഇംഗ്ലീഷാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടി വരിക പലപ്പോഴും. അടുത്തത് എസ്പെഷ്യലി ഈ വിദേശ കൺട്രീസിലൊക്കെ ഉള്ള ആൾക്കാർക്കുള്ള പ്രശ്നമാണ് ലിസണിങ്. പറയുന്നത് മനസ്സിലാവില്ല. ഇപ്പോൾ എന്താ ചെയ്യണമെന്നുള്ളതിന് നമ്മൾ സെൻറ്റൻസ് പഠിക്കുക, വാട്ട് ആർ യു ഡൂയിങ്. പക്ഷേ അവർ പറയുമ്പോൾ വാച്ച് യു ഡൂയിങ് എന്ന് പറയും. കേട്ട ഉടനെ വാച്ചിനെ കുറിച്ച് ടൈം ആയിരിക്കും ഉദ്ദേശിക്കണേ. അങ്ങനെയൊക്കെ നമുക്ക് ആകെ ഒരു പരിഭ്രമമാണ്. എന്ന് വെച്ചാൽ ബ്രെയിൻ നോർമലി ഫങ്ഷൻ ചെയ്യണ അത്ര പോലും ടെൻസ്ഡ് ആയിരിക്കുമ്പോൾ അത് ഫങ്ഷൻ ചെയ്യില്ല. അപ്പോൾ നമ്മളെ പല ഭീകരമായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തോന്നും. ഇങ്ങനെയാണോ ഉദ്ദേശിച്ചത്, അതാണോ, മിണ്ടണോ, ഞാൻ ഓടണോ. അപ്പോൾ അത് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ലിസണിങ് കുറച്ചുകൂടെ ചെയ്യണം. നമുക്ക് എന്താണോ സ്കിൽ നമുക്ക് അക്വയർ ചെയ്യേണ്ടത്. ഇപ്പം പലരും എൻ്റെ അടുത്ത് വരുന്നത് പറയുമ്പോൾ കേട്ടിട്ട് മനസ്സിലാവണില്ല. UK US കുറേ പേരെടുത്ത് വരാറുണ്ട്. കേട്ടിട്ട് മനസ്സിലാവണില്ല, എനിക്ക് അത്യാവശ്യം അങ്ങോട്ട് പറയാം, പക്ഷെ ഇങ്ങോട്ട് പറയുന്നത് മനസ്സിലായാലേ അങ്ങോട്ട് പറയാൻ പറ്റുള്ളൂ ഉത്തരം. അതിന് ലിസണിങ് ആണ് നിങ്ങളുടെ പ്രോബ്ലം എങ്കിൽ നിങ്ങൾ ലിസണിങ് ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ വാട്ട് ആർ യു ഡൂയിങ് എന്നുള്ളത് വാട്ട് യു ഡൂയിങ്. ലിസൺ ചെയ്യുക, പിന്നെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ അത് എന്താണ് ലിസൺ ചെയ്യേണ്ടത്? മൂവീസ്, നാച്ചുറൽ ലാംഗ്വേജ് ഒക്കെ കൂടുതൽ വരിക മൂവീസിലും അല്ലെങ്കിൽ യൂട്യൂബ് പോഡ്കാസ്റ്റിലും അങ്ങനത്തൊക്കെ ആൾക്കാർ സംസാരിക്കുമ്പോഴാണ്. അല്ലാണ്ട് ക്ലാസ് എടുക്കുമ്പോൾ പൊതുവേ കുറച്ചുകൂടെ ഫോർമലായിട്ട് വരും, കാരണം സെൻറ്റൻസ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. പക്ഷേ നിങ്ങളുടെ ലിസണിങ് ആണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മൂവീസ് കാണാം വിതൗട്ട് സബ് ടൈറ്റിൽസ്. എപ്പോഴും ഞാൻ പറയും, സബ് ടൈറ്റിൽസ് ഇട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കാര്യം മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ നിങ്ങളുടെ ലിസണിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യില്ല. എന്താണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ചെയ്യേണ്ടത് കൂടുതൽ. ഓക്കെ, അത് എപ്പോഴും ആലോചിക്കാം. പിന്നെ അടുത്ത പ്രശ്നം മിസ്റ്റേക്ക് വരുത്തുമെന്നുള്ള പേടി. നമ്മൾ എപ്പോഴും ഒരു ടിപ്പിക്കൽ കുറച്ച് സെൻറ്റൻസുകൾ ഉണ്ടാവും. എന്ത് കോണ്ടെക്സ്റ്റ് വന്നാലും ആ സെൻറ്റൻസുകൾ മാത്രം ഉപയോഗിക്കാൻ. ഇപ്പോൾ ഞാൻ ഓഫീസിൽ പോവും, ഐ ഗോ ടു ഓഫീസ്, അതിൽ പാസ്റ്റ് ടെൻസൊക്കെ ഉപയോഗിക്കാൻ പേടി. എന്തിനാ വെറുതെ നമ്മൾ ടെൻസ് മാറ്റണേ? ഈ സെൻറ്റൻസ് ആകുമ്പോൾ കറക്റ്റാണെന്ന് എനിക്കറിയാം, അപ്പോൾ അത് മാത്രം കൂടെ ഉപയോഗിച്ച് ജീവിക്കാം. അങ്ങനെ ചെയ്യരുത്. അറ്റംപ്റ്റ് ചെയ്യുക. ഇംപെർഫെക്റ്റ് ആണെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യുക. ഇന്നലെ ഓഫീസിൽ പോയി എന്ന് പറയാൻ ഐ വെൻറ്റ് ടു ഓഫീസ് യെസ്റ്റർഡേ എന്ന് തന്നെ പറയുക. അപ്പോൾ അത് ടെൻസുകൾ മാറ്റി ഉപയോഗിക്കാനൊക്കെ ഇത്ര പേടിക്കണ്ട. ചിലപ്പോൾ അറിയണ്ടാവും, എന്നാലൊരു പേടി. ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഈ സെൻറ്റൻസ് മതിയെന്ന്. അവിടെ നിന്നാൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ സെൻറ്റൻസുകൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ യൂട്യൂബൊക്കെ കണ്ടിട്ട് നിങ്ങൾ പഠിക്കണില്ലേ? അപ്പോൾ ഐ ഗോ, ഞാൻ പോകാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ പോകുന്നു എന്നുള്ള അർത്ഥം. ഐ വെൻറ്റ്, ഞാൻ പോയി. അത് കഴിഞ്ഞാൽ ഞാൻ ഓഫീസിലേക്ക് പോയി എന്നങ്ങനെ പറയാം, ഐ വെൻറ്റ് ടു ദ ഓഫീസ് ഇന്നലെ, യെസ്റ്റർഡേ എന്നൊക്കെ പറഞ്ഞ് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം. മനസ്സിൽ തന്നെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ വേറെ ഒരു ടിപ്പിക്കൽ പ്രശ്നം എന്താ വരുന്നതെന്ന് വെച്ചാൽ ആരും കറക്റ്റ് ചെയ്ത് കൊടുക്കാനില്ലെങ്കിൽ ഉള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഈ എറേഴ്സൊക്കെ റിപ്പീറ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ ടിപ്പിക്കലി കണ്ടിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദ ഇഷ്യൂ. ഡിസ്കസ് അബൌട്ട് എന്ന് വരില്ല, ഡിസ്കസ് ദ ഇഷ്യൂ. അപ്പോൾ നമ്മൾ കുറേ പറഞ്ഞ് ഇത് ഡിസ്കസ് അബൌട്ട് ഒരു കറക്റ്റ് സെൻറ്റൻസായി മാറി, പക്ഷെ തെറ്റാണ്. അപ്പോൾ ഈ പെർമനൻറ്റ് ഹാബിറ്റ്സ്, മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്ത് പെർമനൻറ്റ് ഹാബിറ്റ്സ് വരും. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നോട്ട്ബുക്ക് വയ്ക്കുക. നിങ്ങളുടെ ടിപ്പിക്കൽ മിസ്റ്റേക്സ് നിങ്ങൾ വരുത്തുമ്പോൾ എങ്ങനെ അറിയുമെന്ന് വെച്ചാൽ ChatGPT യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനി യൂസ് ചെയ്യാം. അതിലൊക്കെ നമ്മൾ ഈ സെൻറ്റൻസുകൾ ഇട്ട് കൊടുത്ത് കറക്റ്റ് ആണോ എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്താൽ പോരെ. അത് റോങ് ആണെന്ന് മനസ്സിലാവുമ്പോൾ നമുക്കത് നമ്മുടെ മിസ്റ്റേക്സ് എന്നുള്ള രീതിയിൽ ഒരു നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ മൊബൈലിൽ എഴുതി വയ്ക്കുക ടിപ്പിക്കൽ മിസ്റ്റേക്സ് എന്ന്.
മനസ്സിലായോ? അത് ചെയ്യുന്നത് ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ ഇവിടെ സമയം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചെയ്യുന്ന ആൾക്കാർക്ക് റിസൾട്ട്സും ഉണ്ട്. നമ്മളെല്ലാവരെയും പോലെ ഒരു കൂട്ടത്തിലിങ്ങനെ അതൊന്നും വേണ്ട ഇതൊന്നും വേണ്ട എളുപ്പ വഴി, ഒരു ഗുളിക കഴിച്ച് ഇംഗ്ലീഷ് അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. പുതിയ പുതിയ എന്തൊക്കെയോ ടെക്നിക്സ്. അതെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ പെട്ടെന്ന് പഠിക്കാൻ എന്നുള്ള ഒരു ആവേശമാണ്. എന്നാൽ എഫേർട്ട് വേണം എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മുടെ ബ്രെയിനിന് ഒരു ലാംഗ്വേജ് പഠിപ്പിക്കുന്നതല്ലേ, അതിന് കുറച്ച് സമയം വേണം. വേറെ ഈ സമയം എന്ന് പറഞ്ഞപ്പോഴാണ് ഏറ്റവും ഏറ്റവും പ്രോബ്ലമായിട്ട് നിങ്ങൾ ഞാൻ എത്ര ശ്രമിച്ചിട്ടും പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ള പറയുന്ന ആൾക്കാരില്ലേ, ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാം. നിങ്ങൾ എല്ലാ ദിവസവും എത്ര മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റി വെച്ചു? ഇൻകൺസിസ്റ്റൻറ്റ് പ്രാക്ടീസാണ് ഏറ്റവും വലിയ വില്ലൻ. അപ്പോൾ ചിലർ, ഞാൻ ഇവിടെ വന്നപ്പോൾ ജർമ്മനി വന്നപ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത വീക്കെൻഡ് ഒന്നിരുന്ന് ജർമ്മൻ അങ്ങ് കംപ്ലീറ്റ് ചെയ്യണം, കുറച്ച് കാലമായി ജർമ്മൻ പഠിച്ചിട്ടെന്ന്. കോഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു വീക്കെൻഡ് മുഴുവൻ ഇട്ട് നിങ്ങൾ പഠിച്ചിട്ട് ഒരാഴ്ച കൊണ്ട് റെഡിയാക്കാമെന്ന്. അതൊക്കെ എന്ത് വലിയ പൊട്ടത്തിനാണ് അയാൾ പറയണതെന്നുള്ളത്. ഒരു ലാംഗ്വേജ് ഒന്നും അങ്ങനെ ഒരു ഈ പ്രോഡിജീസ് ഇല്ലേ, ഭയങ്കര ബുദ്ധിയുള്ള കുട്ടികൾ, അവർ വരെ ഇരുന്നിട്ടൊന്നും ലാംഗ്വേജ് പഠിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പിന്നെയാണ് നമ്മൾ സാധാരണക്കാർ. അങ്ങനെ ലാംഗ്വേജ് ആർക്കും പഠിക്കാൻ പറ്റില്ല, കാരണം ബ്രെയിനിന് ടൈം വേണം പാറ്റേൺസ് ലേൺ ചെയ്യാൻ. ഇത് ശരിക്കും പാറ്റേൺ റെക്കഗ്നീഷനാണ് ലാംഗ്വേജ് ലേൺ ചെയ്യാന്ന് വെച്ചാൽ. അതുകൊണ്ടാണ് ഈ നമ്മുടെ ഈ മെഷീൻ ലേണിംഗ് അൽഗോരിതംസിൽ ഇപ്പോൾ ChatGPT അങ്ങനത്തെ എല്ലാ സാധനങ്ങൾക്കും ലാംഗ്വേജസ് പെട്ടെന്ന് അക്വയർ ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അവർ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അല്ലേ. അവർ നമ്മൾ അങ്ങോട്ട് ചോദിച്ച് പറഞ്ഞാൽ ഇങ്ങോട്ട് നന്നായി പറയുന്നില്ലേ. അതിന് കാരണം എന്ന് വെച്ചാൽ ഇതിൽ ലാംഗ്വേജിൽ പാറ്റേൺസ് ആണ്. ആ പാറ്റേൺസ് മെഷീൻസിന് റെക്കഗ്നൈസ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മുടെ ബ്രെയിനിനും അത് എളുപ്പമാണ്. എക്സ്പോഷർ ആവശ്യത്തിന് കിട്ടിയാൽ മതി. അപ്പോൾ ഒരു 3 മണിക്കൂർ ഒരുമിച്ചിരുന്ന് പഠിച്ചാൽ പക്ഷെ അങ്ങനെ നടക്കില്ല. അങ്ങനെയല്ല ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുക. ഓരോ ദിവസവും ഒരു 15 മിനിറ്റ് എല്ലാ ദിവസവും ഇരിക്കുക. അങ്ങനെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞതാ. എല്ലാ ദിവസവും ഇത്തിരി നേരം ചെയ്യുക, അല്ലാതെ ഒരു ദിവസം കുറേ നേരം ചെയ്യുന്നത് വേസ്റ്റാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതാണ് നിങ്ങളുടെ പ്രശ്നം. ഞാൻ എൻ്റെ 90 ഡേ കംപ്ലീറ്റ് ഇംഗ്ലീഷ് കോഴ്സുണ്ട്, പ്രീമിയം കോഴ്സാണ്, പ്രൊഫഷണലായ ആൾക്കാർ എടുക്കുന്നതാണ്. അവർ എപ്പോഴും പറയും 15 to 30 മിനിറ്റ്സ്, അതിൽ കൂടുതൽ ഒരു പ്രാവശ്യം ഇരുന്നിട്ട് പഠിക്കരുത്. അങ്ങനെ പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ എല്ലാ ദിവസവും ഇരുന്ന് പഠിക്കുക, കൺസിസ്റ്റൻസി വേണം. എത്ര പിള്ളേരാണ് നല്ല രീതിയിൽ പഠിച്ചു പോണത്. ഇംഗ്ലീഷിന് പേടിയാന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇതിപ്പോൾ എൻ്റെ സെൻറ്റൻസുകളൊക്കെ കറക്റ്റ് ആവുന്നു എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. കറക്റ്റ് ആവും, കാരണം കറക്റ്റ് രീതിയിൽ പഠിച്ചാൽ മതി. ഡെയിലി ഒരു 20 മിനിറ്റ്സ് മാറ്റി വയ്ക്കുക. അതൊരു ഇത്തിരി നേരം സ്പീക്കിംഗ്, ഒരു 5 മിനിറ്റ്സ് സ്പീക്കിംഗ്, 5 മിനിറ്റ്സ് ലിസണിങ്, 5 മിനിറ്റ്സ് റീഡിങ്, 5 മിനിറ്റ്സ് അത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ട് ആ സെൻറ്റൻസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ആൾക്കാർ ഈ സെൻറ്റൻസ് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുമോ ആ രീതിയിൽ വേണം ചിന്തിക്കാൻ. മനസ്സിലായോ? ആ ഷിഫ്റ്റ് നമ്മുടെ ബ്രെയിനിൽ വരണം. ഈസ് ദിസ് സെൻറ്റൻസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് എന്ന് നിങ്ങൾ ചോദിക്കുന്ന നിർത്തുക. അതല്ലേ നമ്മളെപ്പോഴും വിചാരിക്കുക. അത് നിർത്തിയിട്ട് ഇങ്ങനൊരു സെൻറ്റൻസ് സാധാരണ ആൾക്കാർ, ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാർ ഉപയോഗിക്കുമോ, ഇങ്ങനെയാണോ അവർ ഉപയോഗിക്കുക, ഈ സെൻറ്റൻസ് ആണോ അവർ പറയുക എന്നുള്ള രീതിയിൽ നമ്മൾ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നാച്ചുറൽ ഇംഗ്ലീഷ് വായിൽ വരും. ഒരു ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചെറിയൊരു ഐഡിയ എടുക്കുക. ഫോർ എക്സാമ്പിൾ, യെസ്റ്റർഡേ ഐ വാസ് ബിസി. എന്നിട്ട് അതിനെ മെല്ലെ ബിൽഡ് ചെയ്തുകൊണ്ട് വരിക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ യെസ്റ്റർഡേ ഐ വാസ് ബിസി, അത് നമുക്ക് എങ്ങനെ പറയാം? യെസ്റ്റർഡേ വാസ് റിയലി ബിസി ഫോർ മീ. ഇന്നലെ നല്ല ഒരു തിരക്കുള്ള ദിവസമായിരുന്നു. യെസ്റ്റർഡേ വാസ് റിയലി ബിസി ഫോർ മീ. പിന്നെ അതിന് കാരണം ആഡ് ചെയ്യാം. യെസ്റ്റർഡേ വാസ് റിയലി ബിസി ബിക്കോസ് ഐ ഹാഡ് എ ലോട്ട് ഓഫ് വർക്ക്. കുറേ ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട്. കണ്ടോ, മെല്ലെ മെല്ലെ ബിൽഡ് ചെയ്യാം. അങ്ങനെ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ കുറച്ചുകൂടെ വലുതാക്കി ബിൽഡ് ചെയ്ത് നിങ്ങൾ പരിശീലിക്കുക. ചില സമയത്ത് നമുക്ക് ഈ പഠിച്ചു വരുമ്പോൾ ഒരു ടിപ്പിക്കൽ ഒരു ബ്ലോക്ക് വരുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും കുറേ പഠിച്ചു പക്ഷേ എന്നാലും എനിക്ക് പറ്റുന്നില്ല, ഇല്ല എൻ്റെ ഒക്കെ തെറ്റാണ്, ഞാൻ റെഡി ആവുന്നില്ല, ഇതൊന്നും എവിടെ എത്തുന്നില്ല, അങ്ങനെ ഒരു ഫീലിംഗ് വരും. ഒരു ഓവർവെൽംഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ്. അത് ഭയങ്കര റിയലാണ്. പഠിക്കുന്ന സമയത്ത് ആർക്കും ഉണ്ടാകുന്നൊരു ഫീലിംഗാണ്, വളരെ നാച്ചുറലാണ്. നമ്മൾ കുറേ റൂൾസും കുറേ വേർഡ്സും കുറേ ഇതാണ് കറക്റ്റ് വഴി, അത് തെറ്റാണ് എന്നുള്ള അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനൊരു ഫീലിംഗ് വരും. അത് നാച്ചുറലാണ്. പക്ഷേ അത് ഒരു ലാംഗ്വേജിൻ്റെ പ്രശ്നമല്ല, അത് ഒരു ലേണിങ്ങിൻ്റെ ഒരു പ്രോബ്ലമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പ്രാക്ടിക്കലായ ചില മെത്തേഡ്സ് യൂസ് ചെയ്ത് നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഗ്രാമറും വൊക്കാബുലറിയും സ്പീക്കിങ്ങും ലിസണിങ്ങും എല്ലാം കൂടി ഒരുമിച്ച് പഠിച്ച് കുറേ അഡ്വാൻസ് മെറ്റീരിയലൊക്കെ ഒരുമിച്ച് പഠിച്ച് പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ആ പെട്ടെന്ന് എന്നുള്ള വാക്കുണ്ടാവും. എനിക്ക് പെട്ടെന്ന് പഠിക്കണം. എൻ്റെ അടുത്ത് വരുന്ന സ്റ്റുഡൻസ് പറഞ്ഞാൽ എനിക്ക് 1 മാസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കണം. ഞാൻ ഓപ്പണായി പറയാനുണ്ട്, എന്നെക്കൊണ്ട് പറ്റില്ല, വേറെ എവിടെയെങ്കിലും പോയി നോക്കിക്കോളൂ.
ഒരു ബേസിക്സും ഉണ്ടാവില്ല. ഒരു മാസം കൊണ്ട് ഞാൻ എങ്ങനെ പഠിപ്പിക്കാൻ? ഞാൻ അങ്ങനത്തെ ഫോൾസ് ആയിട്ടുള്ള ഒരു കാര്യവും ഏറ്റെടുക്കാറില്ല. എനിക്ക് എന്താണെന്ന് വെച്ചാൽ വരുന്ന സ്റ്റുഡൻസിന് കാര്യങ്ങൾ ആ പക്വതയോടുകൂടി പഠിക്കാനുള്ള ഒരു മനസ്സ് വേണം. അല്ലാണ്ട് എനിക്ക് നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, എനിക്കൊന്ന് ഒരാഴ്ച ഇരുന്ന് എനിക്ക് എന്നോട് ഹെൽപ്പ് പ്ലീസ് ഒന്ന് പഠിപ്പിച്ചു തരുമോ? നടക്കുന്ന കാര്യമല്ല, നടക്കില്ല. ഞാനിരുന്നാലും ആരിരുന്നാലും നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കര മെൻ്റൽ ഓവർലോഡ് ഫ്രസ്ട്രേഷൻ വരും. പഠിത്തം നടക്കില്ല, ആ ഇൻ്റർവ്യൂ കൊള്ളാവുന്നുള്ളത് ഉറപ്പാണ്. എങ്ങനെയാണ് അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് പഠിക്കുക? നമ്മൾ ആദ്യം തന്നെ ഇതൊരു ജേണിയാണ് എന്ന് മനസ്സിലാക്കുക. ഒരു ഓടി ഒരു ലക്ഷ്യത്തിലെത്തുക അങ്ങനെയല്ല, ഇതൊരു ജേണിയാണ്. നമ്മൾ പതിയെ 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 ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കുന്ന ഒരു ജേണിയാണ്. ഇപ്പം ഞാൻ ഇംഗ്ലീഷ് യൂട്യൂബിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഞാൻ കുറേ പഠിക്കുന്നുണ്ട് കൂടെ. അപ്പം ഞാനെന്നാൽ ഇനി എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് പഠിപ്പിച്ചാൽ മതി ഇല്ല. എനിക്ക് അറിയാവുന്ന നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ പഠിക്കാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല കാര്യങ്ങൾ. ഇപ്പോൾ പുതിയ പുതിയ ഇഡിയംസ് ഉണ്ടാവും. എനിക്ക് തീരെ അറിയില്ലാത്ത, നമ്മൾ തീരെ ഉപയോഗിക്കാത്ത ഇഡിയംസൊക്കെ ഒരു ബുക്ക് വായിക്കുമ്പോൾ വന്നാൽ ഞാൻ അതിനെക്കുറിച്ച് നോക്കും. ഞാനത് അണ്ടർലൈൻ ചെയ്ത് വെക്കും, ഹൈലൈറ്റ് ചെയ്ത് വെക്കും. ഞാൻ കിൻഡിലാണ് യൂസ് ചെയ്തത്, ആമസോൺ കിൻഡിൽ. അപ്പോൾ അതിലത് എടുത്ത് വെക്കുക. അല്ലെങ്കിൽ പുതിയ വാക്കുകൾ വരും. ചില നോവൽസൊക്കെ വായിക്കുമ്പോൾ അതിലൊക്കെ വരുന്ന വാക്കുകളൊക്കെ ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ വാക്കുകളുണ്ടോ, ചിലപ്പോൾ ആ കൾച്ചറായിട്ട് ബന്ധപ്പെട്ട വാക്കുകളായിരിക്കും, പക്ഷേ ഇംഗ്ലീഷിലെ വാക്കുകളുണ്ട്. അപ്പോൾ അത് പഠിക്കുക. അപ്പോൾ ഇതൊരു നെവർ എൻഡിങ് ജേണിയാണ്. നമ്മൾ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളതൊരു ഹാപ്പി ഒരു പ്രോസസ്സാക്കി മാറ്റണം. കൂടുതൽ ലേൺ ചെയ്യേണ്ടത്. അല്ലാതെ 3 മാസം കൊണ്ട് പഠിച്ചത് നിങ്ങൾക്ക് തീർക്കാൻ പറ്റും, ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ അത് തീർക്കും, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ ലാംഗ്വേജ് പഠിക്കാൻ നിൽക്കരുത്. ചിലർ ഒരു 50 പുതിയ വേർഡ്സ്, പിന്നെ ഒരു 10 ഗ്രാമർ റൂളും ഇവിടെ പഠിച്ച് 1 മണിക്കൂർ ഇരുന്ന് പഠിച്ച് റെഡിയാക്കുക, ആ ഒരു മൈൻഡ് സെറ്റിൽ ഇംഗ്ലീഷ് പഠിക്കാൻ നിൽക്കാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഒരു സെൻറ്റൻസ് ഒരു ദിവസം എടുക്കുക, അത് പ്രാക്ടീസ് ചെയ്യാം. അത് പല ടെൻസിലിരുന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എനിക്ക് മനസ്സിലായില്ല എന്നിങ്ങനെ ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പിന്നെ എനിക്ക് ചോദ്യം മനസ്സിലായില്ല എങ്ങനെ പറയും? ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ. അവൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹി സെഡ്. അങ്ങനെ ഒരു ചെറിയ സെൻറ്റൻസിൽ നിന്ന് പല 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 രീതിയിലത് പല പല കോണ്ടെക്സ്റ്റിൽ ഉണ്ടാക്കാൻ നോക്കുക. മനസ്സിലായോ? അവിടെയാണ് റിയൽ ലേണിംഗ് നടക്കുക. പിന്നെ എല്ലാ ദിവസവും കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഒരു കുട്ടി കുട്ടി കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാം. ഒരു പുതിയൊരു സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്ന് സന്തോഷിക്കുക. ഇവിടെ സന്തോഷിക്കാനൊന്നും സമയമില്ല, നമുക്ക് എവിടെ എത്തണം എന്നുള്ളത് ആ ചിന്തയാണ്. അങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എവിടെ എത്തില്ല. ഇപ്പം ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് പോയാലോ, കഴിഞ്ഞൊരു അരമണിക്കൂർ ഇരുന്ന് പഠിച്ചപ്പം അതിന് മുമ്പുള്ള എന്നെക്കാളും ഞാൻ ബെറ്ററായി, കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിച്ചു. അപ്പം അതിൽ സന്തോഷിക്കുക. അത് നമുക്ക് റിവ്യൂ ചെയ്യാം. മനസ്സിലായോ? മറക്കുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത് നിങ്ങളുടെ മറവിയുടെയോ ബുദ്ധിയുടെ പ്രശ്നം കൊണ്ടൊന്നുമല്ല. എല്ലാവരും മറക്കും, പുതിയ കാര്യമല്ലേ. അത് പുതിയ കാര്യങ്ങൾ മറക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ റിവ്യൂ ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് റിവ്യൂ ചെയ്താലേ ഒക്കെ ഓർമ്മ നിൽക്കുള്ളൂ. പിന്നെ പെട്ടെന്ന് തന്നെ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് മതി എന്നിട്ട് പലരും വരും. ഈ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേ? നിങ്ങൾ വല്ല നോവൽ എഴുതാൻ പോകുന്നുണ്ടോ? വല്ല ബുക്ക് പ്രൈസും വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും നല്ല അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് അറിയണമെന്ന് വിചാരിച്ചിട്ടാണോ? എനിക്കറിയില്ല എന്താ ഈ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ്. നിങ്ങളുടെ ബേസിക്സ് റെഡി അല്ലെങ്കിൽ നിങ്ങൾ എത്ര വലിയ അഡ്വാൻസ്ഡ് പറഞ്ഞാലും ആൾക്കാർ മൂക്കത്ത് കൈവയ്ക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രൊഫൗണ്ട് യൂസ് ചെയ്തേ, കിണർ ഭയങ്കര പ്രൊഫൗണ്ടാണെന്ന്. ആ രീതിയിലാണ് ഇരിക്കുക. അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് വൊക്കാബുലറിയോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചേഴ്സോ പഠിക്കുകയല്ല വേണ്ടത്. ബേസിക്സ് സ്ട്രോങ് ആയാൽ നിങ്ങൾ ഓൾറെഡി അഡ്വാൻസ്ഡ് ആവും. അപ്പോൾ അത് എപ്പോഴും മനസ്സിലാക്കുക. അത് എനിക്കറിയില്ല, ഞാനത് പറഞ്ഞുതരും നിങ്ങൾക്ക് എത്ര മനസ്സിലാവുണ്ട്. ഈ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് കുറേ പേര് വരാറുണ്ട്. ഞാൻ പറയും ബേസിക്സ് നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അഡ്വാൻസിലേക്ക് ചിന്തിച്ചാൽ മതി. ബേസിക്സിൽ എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ട്, അതിനിപ്പോൾ ഞാനിപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് ആയി എന്നൊക്കെ വിചാരം ഉണ്ടെങ്കിൽ ബേസ് ശരിയല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ പണിയുന്ന ഏത് കൊട്ടാരവും മറിഞ്ഞു വീഴും. അത് ഉറപ്പിച്ച് മനസ്സിലാക്കുക. പിന്നെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് എന്തോ കുറച്ചിലാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. വളരെ സിമ്പിളായിട്ട് സംസാരിക്കുക. നമ്മുടെ കാര്യം കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്നതാണ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം. അത് സ്ട്രെസ്സ് കുറച്ച് ക്ലിയറായി തിങ്ക് ചെയ്ത് സിമ്പിളായ വേർഡ്സിൽ അവതരിപ്പിക്കാൻ നമുക്ക് കഴിവുണ്ടാവണം. അതാണ് ഗുഡ് ഇനഫ് ഇംഗ്ലീഷ്. നമ്മളിതൊക്കെ പഠിക്കുമ്പോൾ നമ്മളോട് തന്നെ പറയാൻ പറ്റുന്ന കാര്യം, ഐ ഡോണ്ട് നീഡ് പെർഫെക്റ്റ് ഇംഗ്ലീഷ്, ഐ നീഡ് അണ്ടർസ്റ്റാൻഡബിൾ ഇംഗ്ലീഷ്. മനസ്സിലായോ? മറ്റുള്ളവർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവണം. അല്ലാണ്ട് ഇംഗ്ലീഷ് പഠിച്ചിട്ട് എന്ത് കാര്യം? ഇപ്പോൾ പ്രാക്ടിക്കലായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഓരോ ദിവസവും നിങ്ങൾ ഒരു 3 കാര്യങ്ങൾ ഒരു 2-3 സെൻറ്റൻസുകൾ ഉണ്ടാക്കിയിട്ട് റെക്കോർഡ് ചെയ്യാം. ഇന്നെന്താണ്
ഞാൻ നടന്നത് ജീവിതത്തിൽ. പിന്നെ വാട്ട് ഡിഡ് യു ഡു ടുഡേ, പിന്നെ വാട്ട് വിൽ യു ഡു ടുമോറോ, നാളെ എന്താ ചെയ്യുക, പ്ലാൻ ഉണ്ടെങ്കിൽ അത്. നമ്മളിപ്പോൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ സ്ഥിരമായി ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ജീവിതത്തിലെ കാര്യങ്ങളും പറയാം. അങ്ങനെ ഒരു 10 സെൻറ്റൻസ് മതി മൊത്തത്തിൽ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ മതി. അത് റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വരുന്ന സെൻറ്റൻസുകൾ റെക്കോർഡ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം റെക്കോർഡിംഗ് ഒന്ന് കേട്ട് നോക്കുക. എന്നിട്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ChatGPT ചോദിക്കാം, ഈ സെൻറ്റൻസുകൾ നാച്ചുറൽ ആണോ ഇംഗ്ലീഷിൽ, ഡു ദീസ് സെൻറ്റൻസസ് സൗണ്ട് നാച്ചുറൽ ഇൻ എവറിഡേ ഇംഗ്ലീഷ് എന്ന് ചോദിച്ചാൽ അത് കറക്റ്റ് ചെയ്ത് തരും നമുക്ക്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ടുഡേ ഐ വോക്ക് അപ്പ് ലേറ്റായി പോയി എഴുതിക്കാൻ, ദെൻ ഐ വെൻറ്റ് ടു വർക്ക്, ഇറ്റ് വാസ് എ ബിസി ഡേ എന്നോ. ഇങ്ങനെ സിമ്പിൾ സെൻറ്റൻസസ് ഉണ്ടാക്കി റെക്കോർഡ് ചെയ്യാം. 3 കാര്യങ്ങൾ, എന്തൊക്കെ ചെയ്യാറുണ്ട്, എന്തൊക്കെ ചെയ്തു, നാളെ എന്തൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാ ടെൻസും വരില്ല ഏകദേശം അല്ലേ. പിന്നെ നമ്മൾ ഈ കൺഫ്യൂഷനൊക്കെ തോന്നില്ലേ, ഇത്തിരി അയ്യോ അങ്ങനെയാണോ ഇങ്ങനെയാണോ, ഇതൊക്കെ നോർമലാണ്, എല്ലാവർക്കും തോന്നുന്നതാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് പേടിക്കണ്ട. അത് നാച്ചുറലാണ്, എല്ലാവർക്കും വരുന്നതാണ്. ഓക്കെ, ബ്രെയിൻ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ലേൺ ചെയ്യുന്നത് ഒരു പ്രോസസ്സല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അതിൽ പേടിക്കണ്ട. നമ്മൾ എത്ര വേർഡ്സ് എനിക്കറിയാം, അല്ലെങ്കിൽ എത്ര റൂൾസ് എനിക്ക് ഓർമ്മയുണ്ട്, അങ്ങനെ നമ്മൾ ചിന്തിക്കാണ്ട് കഴിഞ്ഞ ദിവസത്തേക്കാൾ ഞാൻ ഇന്ന് എന്തൊക്കെ എനിക്ക് കൂടുതൽ പറയാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ കൂടുതൽ പറയാനുള്ള സ്കിൽസ് ഞാൻ നേടി എന്ന് ചിന്തിക്കുക. പിന്നെ റിവ്യൂ ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ റിവ്യൂ ചെയ്യുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും മറന്നു പോകും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഐ ഹാവ് ടു ലേൺ ഇംഗ്ലീഷ്, അത് പഠിച്ചേ പറ്റൂ, ആ ഒരു ഫീലിങ്ങിനേക്കാളും ഐ എം ഗെറ്റിംഗ് യൂസ് ടു ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് ഇങ്ങനെ കേട്ട് ഒരു പരിചയമൊക്കെ വരും കേട്ടോ ഇംഗ്ലീഷ്, ആ ഒരു ഫീലിങ്ങിലേക്ക് മാറുക. ഇതൊരു മെൻ്റൽ ഷിഫ്റ്റാട്ടോ. നമുക്ക് ഭയങ്കര ലോഡ് കുറയും, പഠിച്ചേ പറ്റൂ, ഐ ഹാവ് ടു ലേൺ ഇംഗ്ലീഷ് എന്ന് അങ്ങനെ ചിന്തിക്കുന്നതിനേക്കാളും ഐ എം ഗെറ്റിംഗ് യൂസ് ടു ഇംഗ്ലീഷ് ഇങ്ങനെ പതിയെ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ആ ഒരു ചിന്ത, ആ തോട്ട് അങ്ങനെ ഇങ്ങോട്ട് മാറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട്സും ഒരു സമാധാനമുള്ളൊരു മനസ്സിനെ പഠിക്കാൻ പറ്റുള്ളൂ. ടെൻഷനും ആങ്സൈറ്റി ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റില്ല ഇംഗ്ലീഷ്. അത് ലാംഗ്വേജ് ലേണിംഗ് എസ്പെഷ്യലി. വേറെ എന്ത് സ്കില്ലും എനിക്കറിയില്ല, പക്ഷേ ലാംഗ്വേജ് ലേണിങ്ങിൽ എൻ്റെ അടുത്ത് വരുന്ന സ്റ്റുഡൻസ് പലരും ഉണ്ട്, ആങ്സൈറ്റിക്ക് മെഡിസിനൊക്കെ കഴിച്ച് വരുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ പറയും, നിങ്ങൾ ആദ്യം മനസ്സൊന്ന് റെഡിയാക്കാണ്ട് പഠിക്കാൻ നിൽക്കരുത്. കാരണം ഇത് പഠിക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ആവശ്യം കൊണ്ടായിരിക്കും. പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും സ്ട്രെസ്സ് കൂടും തോറും പഠിത്തം നടക്കില്ല. അപ്പോൾ സ്ട്രെസ് വീണ്ടും കൂടും. ലൂപ്പിൽ ഇങ്ങനെ പെട്ട് സ്ട്രെസ്സും കൂടുകയും ചെയ്യും, ഇംഗ്ലീഷ് പഠിക്കാനും പറ്റില്ല. ആദ്യം മനസ്സൊന്നും പാകപ്പെടുത്തുക, ഓക്കെ ആവും. ചെറിയ സ്റ്റെപ്സ് എടുക്കുക. ഓരോ ദിവസവും ഇന്ന് എനിക്ക് എന്തൊക്കെ കൂടുതൽ പറയാൻ പറ്റും എന്നുള്ളത് മാത്രം ചിന്തിക്കുക. ഗോൾ അവിടെ എത്തിയ ഫ്ലുവൻസി അങ്ങനെ പറയണം, അതൊന്നുമില്ല. സ്പീഡ് കുറച്ച് പതുക്കെ സിമ്പിൾ സെൻറ്റൻസിൽ പറഞ്ഞാൽ മതി. ഞാൻ പറയുന്നത് അപ്പുറത്തെ ആൾക്കാർക്ക് മനസ്സിലാവണം, ഇതാണ് എൻ്റെ ഗോൾ എന്ന് വെച്ചിട്ട് ആ ടെൻഷൻ കുറച്ച് നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോണ്ടല്ലോ, നിങ്ങൾ കുറേ ദൂരെ നിങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. പെട്ടെന്ന് പോകണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഭയങ്കര സ്ലോ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ടിപ്പിക്കൽ മിസ്റ്റേക്സ് പോയിൻ്റ് ഔട്ട് ചെയ്തതാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, എല്ലാ ദിവസവും ഇത്തിരി പഠിക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പുരോഗതി ഉണ്ടാക്കാൻ പറ്റും. എന്തോ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം കണ്ട ആൾക്കാരില്ലേ, അതൊക്കെ ശ്രദ്ധിക്കുക, നിങ്ങൾക്കൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.